ഇത് നമ്മുടെ ജസ്റ്റിനാണല്ലോ. ഇവളുടെ ഇല്ല ഇവിടുന്ന് ഒരു കൊച്ച്. ഇവള് കെട്ടിയോ? ഒരു കന്യാസ്ത്രീ അല്ലേ, പരദോഷം പറയല്ലേ? ഓ, നീ വലിയൊരു പുണ്യാളൻ. ജസ്റ്റിന വരുന്ന വഴിയാണോ? അതെ. ഇതെന്താ ഇതിൽ ഓടി വരുന്നത്? ഏയ് ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. ഏത് ഈ കൊച്ച്? അതൊക്കെ പിന്നെ പറയാം. നല്ല ടയേർഡാ. നാളെ കാണാം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഒരുപാട് പറഞ്ഞ കാര്യങ്ങളല്ലേ. ബൈ ബൈ, നാളെ കാണാം. രാത്രിയെ വീട്ടിൽ വരാം. അയ്യോ വേണ്ട വേണ്ട, ജോമോൻ പൊക്കേ. മോളെ. അമ്മേ. എന്താ അമ്മേ, ഫുള്ള് അഴുക്കാ. രാവിലെ ഇറങ്ങിയതല്ലേ, ഞാനൊന്ന് കുളിക്കട്ടെ. വാ. ഇതേതാ മോളെ ഈ കുട്ടി? ഇവന്റെ പേര് അനീജ് എന്നാമേ. വഴി കിടന്ന് കിട്ടിയതാ അല്ലേടാ. മടിച്ചിക്കാതെ കേരടാകത്തേക്ക്. എല്ലാം ഞാൻ പറയാമേ, ഇങ്ങ് വാ. കഴിഞ്ഞ ആഴ്ച നിന്റെ ഇന്റർവ്യൂ ടി വിയിൽ വന്നപ്പോൾ ചാച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, ടി വിക്കാർക്ക് അതൊരു പുതുമയുള്ള കാര്യമല്ലേ. ഒരു കന്യാസ്ത്രീ ക്യാമറയും തൂക്കി പുറത്തേക്ക് ഇറങ്ങുക, ഷൂട്ട് ചെയ്യുക. ഒരു കൗതുകം. മടത്തിന്ന് എതിർപ്പൊന്നും ഇല്ലേ മോളെ? ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ, എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ പിന്നെ അതൊക്കെ മാറി. ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നത് റെജിയും റിജോയുവാ. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല. പള്ളിയിൽ നിന്ന് അച്ഛൻ ചാച്ചനെ വിളിച്ചിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ലെന്നാ ചാച്ചനോട് അച്ഛൻ പറഞ്ഞത്. ഇതിനെന്താ അമ്മ ഇത്ര ശരിക്കേട്? ഇതൊരു ജോലി മാത്രമല്ലേ. നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു. സ്കൂളിൽ തന്നെ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നു, ഹോസ്പിറ്റലും ജോലി ചെയ്യുന്നു, ഡോക്ടേഴ്സായിട്ടും നഴ്സായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നു. ഇതും അതുപോലെ കണ്ടാൽ മതിയല്ലോ. എനിക്കൊന്നും അറിയില്ല. എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ക്യാമറ ഞാൻ നീയാണെന്ന് ടി വിന്ന് എനിക്ക് മനസ്സിലായി. നീ പോകുന്നതിൽ അമ്മയ്ക്ക് സന്തോഷക്കുറവൊന്നുമില്ല. നീ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മടമക ഓർഫനേജിലുള്ളതാ. ഞാനൊരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. അപ്പൊ ഇവര് വീട്ടിലൊക്കെ വിടുവോ? അവർക്കും ഇല്ലേ അമ്മ ആഗ്രഹങ്ങള്? അമ്മ പിന്നെ ടെറസിന് മോള് പോണം പോലും. വേണ്ട വേണ്ട, ഇവിടെ നിന്ന് കളിച്ചാ മതി. വാടാ. ചാച്ചനെ കണ്ടില്ലല്ലോ അമ്മേ. ചാച്ച മോള് വരുന്ന സന്തോഷത്തില് രാവിലെ മുതലേ ഓടി നടക്കുകയായിരുന്നു.